എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കടല ഫ്രൈ ആണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ചൂട് ചായയുടെ ഒപ്പം കഴിക്കാനും ഇനിയിപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വാലിട്ട് കടിച്ചു പൊട്ടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കടല വളരെ പ്രോട്ടീൻ റിച്ച് ആയത് കൊണ്ടിട്ട് നമ്മുടെ ശരീരാരോഗ്യത്തിനും വളരെ തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ കൊളസ്ട്രോളോ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് കടല ഫ്രൈ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് കടല വറുത്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കൂടുതൽ അളവിൽ തന്നെ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് ഉപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഉപ്പ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. വറുത്ത് കഴിഞ്ഞാലും നമുക്കിത് വീണ്ടും കടലയോ കപ്പലടയോ എന്ത് വേണമെങ്കിലും വറുക്കാനായിട്ട് ഉപയോഗിക്കാം. ഉപ്പ് നല്ല പോലെ പഴുത്ത് കിട്ടണം. ഉപ്പ് ഒന്ന് പറന്ന് തുടങ്ങണം. അതുവരെ നമുക്ക് നല്ല പോലെ ഒന്ന് പഴുപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ല പുഴിമണ്ണൊക്കെ കിട്ടുവാണെങ്കിൽ മണ്ണിൽ വെച്ചിട്ടും നമുക്ക് കടല വറുത്തെടുക്കാം. ഞാനിവിടെ 1/4 കിലോ കടലയാണ് എടുത്തിട്ടുള്ളത്. അത് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, വാങ്ങിയ പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് നല്ല പോലെ പഴുത്ത് പൊട്ടി വരണം കേട്ടോ. ആ ഒരു സമയത്ത് വേണം കടല ഉപ്പിലേക്ക് ചേർക്കാനായിട്ട്. ചൂടാവാതെ ചേർക്കുവാണെങ്കിൽ കടല എല്ലാം കല്ലിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഫുൾ ഫ്ലെയിമിൽ നമുക്ക് ഈ ഉപ്പൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു മഴക്കാലത്ത് കുപ്പിയിലേക്ക് അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാനും അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനൊക്കെ കിട്ടാനായിട്ട് കടല കഴിക്കുന്നത് വളരെ തന്നെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പ് നല്ലോണം തന്നെ ചൂടായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് വറുത്തെടുക്കുന്ന കടലയ്ക്ക് നല്ലൊരു കളറിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഉപ്പ് ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ കടല ഇതുപോലെ ഒന്ന് വാരിയിട്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കടലയുടെ തോലൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. കടല എളുപ്പത്തിൽ മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് കടലയിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം വറുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ആദ്യം കടല ഞാനിതുപോലെയാണ് വറുത്ത് മാറ്റിയിട്ടുള്ളത്. പൊട്ടാത്ത കടല നമുക്കെടുത്ത് മാറ്റാട്ടോ. ചൂട് കുറവ് വരുമ്പോഴാണ് കടല ഇതുപോലെ പൊട്ടാതെ വരുന്നത്. പിന്നെ ആദ്യ കടല നമ്മൾ ഇത്രയുമാണ് വറുത്ത് മാറ്റിയിട്ടുള്ളത്. അടുത്തത് നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കടല ഒരു പിടി കൂടെ വാരിയിട്ട് കൊടുക്കാം. കടല വറുത്തെടുക്കാനായിട്ട് ഇതുപോലുള്ള അയൺ പാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. കടല പൊട്ടുന്ന സ്വരം ആണ് ഈ കേൾക്കുന്നത്. പൊട്ടിയ കടലെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം കൊണ്ട് നമുക്ക് ഇത്രയും കടലയാണ് വറുത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ കടല വാരിയിട്ട് കൊടുക്കാം. കടല വറുക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ വലിയ കടല നോക്കി എടുക്കാട്ടോ. ചെറിയ കടല പൊട്ടി വരാനായിട്ട് കുറച്ച് താമസമുണ്ട്. നമ്മളിതുപോലെ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കടലയും വറുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ കടല ഞാനെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.